എല്ലാവർക്കും നമസ്കാരം. മഹാകാളി മിസ്റ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ആത്മീയ ഗുരുവിൻ്റെ സന്ദേശം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ മാത്രം എടുക്കുക കേട്ടോ. അപ്പം പലതരത്തിലും നമുക്ക് പല സമയത്ത് നമ്മൾ സ്റ്റക്കായി പോയതായിട്ട് തോന്നുന്നുണ്ടാവും, ബ്ലോക്കായി പോയത് തോന്നുന്നുണ്ടാവും. അപ്പം മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ പലപ്പോഴും ഒരു പ്രപഞ്ചശക്തിയെ ആശ്രയിക്കാറുണ്ടല്ലേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകളായിട്ടായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു ആത്മീയ ഗുരു, നമുക്ക് നേരിട്ടൊരു ഗുരു ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ കാണാത്ത ചില ആത്മീയ ഗുരുക്കന്മാരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി റീഡിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 3 ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. ഇതിലേത് ഫോട്ടോയാണോ നിങ്ങൾക്ക് അട്രാക്ഷനായിട്ട് തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്ത് റീഡിംഗ് കേൾക്കുക കേട്ടോ. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം മുമ്പിൽ വരുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളിപ്പോൾ മാനസികമായിട്ടോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു സമ്മർദ്ദമോ മൂലം ഒരുതരം കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലായിട്ടാണ് കാണുന്നത് കേട്ടോ. പല കാര്യങ്ങളും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതും മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങളെ തളർത്തുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സത്യത്തിൽ ഈ തടസ്സങ്ങളിൽ പലതും നിങ്ങളുടെ ചിന്താഗതികൾ സൃഷ്ടിക്കുന്നവയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടാവും. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ സമർപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഉത്തരം ഏതെങ്കിലും ഒരു തരത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നത് വഴി പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയുള്ളൂ എന്നാണ് നിങ്ങളുടെ ആത്മീയ ഗുരു നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം. ഓക്കെ, അപ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദം നിങ്ങളിപ്പോൾ എടുക്കുന്നു, അതായത് ഒരുപാട് ഭാരം ഇപ്പോൾ ചുമലിൽ വന്ന് പതിഞ്ഞതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ചില ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി വയ്ക്കുകയും മറ്റുള്ള ആൾക്കാരെ സഹായത്തിന് വിളിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതല്ല, നിങ്ങളിപ്പോൾ ചിന്താഗതിയിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നത് ഒരു വാർണിംഗ് സൈനായിട്ടാണ് നിങ്ങളുടെ ആത്മീയ ഗുരു നിങ്ങളോട് പറയുന്നത്. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുക്കാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം മേ ബി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർ ചതിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഈ ഒരു സമയത്തെ. ചില ആൾക്കാർ അവരുടെ ഒരുപാട് നാൾ പിണക്കത്തിലായിരുന്ന ആളിപ്പോൾ വീണ്ടും വന്ന് നിങ്ങളോട് നല്ല രീതിയിൽ കൂട്ടുകൂടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാവരെയും സംശയദൃഷ്ടിയോടെ നോക്കണം എന്നല്ല, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുന്നേ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു റിസൾട്ട് കൈപ്പേറിയ കാര്യം ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണോ, നിങ്ങൾ വീണ്ടും ചതിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാലത്തെ മോശം അനുഭവങ്ങൾ നിങ്ങളിപ്പോൾ അമിതമായിട്ട് ജാഗ്രതയുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് വീണ്ടും ഇമോഷണലി സംസാരിച്ച് നിങ്ങളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതകളോ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാണെങ്കിലും പതറാതെ നിൽക്കാൻ ഈ കാർഡുകൾ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആത്മീയ ഗുരുവിനെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അപ്പം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആദ്യം നമ്മൾ കണ്ടതുപോലെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും വിഭവങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പുതിയൊരു തുടക്കത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ആന്തരിക ശക്തി നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മനസ്സിൻ്റെ ആ ഒരു ചിന്തയിൽ കുടുങ്ങി സ്വന്തം ശക്തി അത് മറന്നുപോയിരിക്കുന്നു. അപ്പോൾ എല്ലാ തടസ്സങ്ങൾക്കും ഒടുവിൽ വലിയൊരു വിജയവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്ന് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, ചിലപ്പോൾ അത് ആദിപരാശക്തിയായിരിക്കും, ആ ഒരു എനർജി നിങ്ങൾക്ക് സംരക്ഷണത്തിനുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. ഓക്കെ,
അപ്പോൾ അതൊന്ന് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹയർ സെൽഫ്, അതായത് നിങ്ങളുടെ ആ ഒരു ഊർജ്ജതലവുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷൻ സ്ഥാപിക്കുന്നത് വഴി വീണ്ടും നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കൂടുതലായിട്ടും ട്രസ്റ്റ് ചെയ്യാനും കഴിഞ്ഞ കാലത്തെ പാഠങ്ങൾ മറക്കാതിരിക്കാനുമാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ശരിക്കും വളരെ ഒരു എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. എല്ലാം കൂടുതലായിട്ടും 9 ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ സൂചിപ്പിക്കുന്നത്. 9ഉമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്ന നിങ്ങളുടെ ലക്കി നമ്പർ കാര്യങ്ങളൊക്കെ 9 ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ 9 നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, 77 എന്നുള്ളൊരു നമ്പറും എനിക്ക് സൂചനയായിട്ട് ലഭിക്കുന്നു. ഡിവൈൻ ഫെമിനൈൻ എനർജി, യുവർ അവേക്കണിങ്. ഓക്കെ, അതായത് ഒരു കഠിനമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നൊരു എനർജിയാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിങ്ങളിപ്പോൾ കഠിനമായിട്ടുള്ള മത്സരത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു നിർത്താനുള്ളൊരു ശ്രമത്തിലുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം സ്വന്തം സിറ്റുവേഷൻസ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടാവില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, അതായത് നോ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. ആൾക്കാർ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ നിങ്ങളുടെ കാര്യങ്ങളെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ ചിത്രീകരിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും ലളിതാ സഹസ്രനാമം, എനിക്ക് ആദിപരാശക്തി പരാശക്തി നമ എന്നുള്ളൊരു വേർഡാണ് വായിൽ വരുന്നത്. സോ അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എല്ലാ സങ്കടങ്ങളും നിങ്ങൾ അമ്മയുടെ അടുത്തായിരിക്കും തുറന്ന് പറയുന്നുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഉത്കണ്ഠയും രാത്രി ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ പലരും കടന്നു പോകുന്നത്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. മറിച്ച് സാഹചര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആത്മീയ ഗുരുവായിട്ട് എനിക്ക് പരാശക്തിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഇൻറ്റ്യൂഷനിലായിരിക്കണം നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാഹചര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സമയമായിട്ടാണിത് കാണുന്നത്. ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണിത്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മികച്ച നിലയിലെത്താനും മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാലം നിൽക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആത്മവിശ്വാസം സമാധാനം നിറഞ്ഞൊരു കാലം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിളി അല്ലെങ്കിൽ ഒരു ആത്മീയ തിരിച്ചറിവുണ്ടാകാൻ പോകുന്നൊരു സമയമാണിത്. പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത്. കാര്യങ്ങൾ മിതത്വം പാലിക്കുക, അതായത് ക്ഷമയോടെ കാത്തിരിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും സമാധാനം കൈവരും. ഒരിക്കലും നിങ്ങളുടെ ഭാഗം മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യമില്ല, കാരണം മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാവില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ ഏൽപ്പിക്കുക. അപ്പോൾ ഇത്രയും കാലം വരെ ചെയ്തിരിക്കുന്ന കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ കോടതി ഇടപാടുകളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണുന്നത്. മറ്റുള്ളവരോട് നിങ്ങൾ കാണിച്ച സത്യസന്ധതയ്ക്ക് കാലം നിങ്ങൾക്ക് നീതി തരും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും മനസ്സമാധാനവും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രഷർ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. എവിടേക്കോ ഡിപ്പെൻഡ് ചെയ്തിരുന്ന നിങ്ങളിപ്പം പുതിയൊരു ജീവിതത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത സ്നേഹവും പരിഗണനയും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇനി എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ
ആൾക്കാരാണ്. ഞാൻ ഏത് തരത്തിൽ മാറണം എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് സെക്കൻഡ് പൈൽ സെലക്ട് നിങ്ങൾക്ക് സന്ദേശമായിട്ട് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപാസന കാര്യങ്ങളെല്ലാം തുറന്നു കൊണ്ടുപോവുക. അമ്മ മഹാമായ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ആത്മീയ ഗുരുവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അമ്മയെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഉപദേശത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്ന ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആക്കി കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ. താങ്ക് യു. തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളിപ്പോൾ ഒരു വിശ്രമത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനുള്ളൊരു ഇടവേളയിലും ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിന്നാണെങ്കിലും ഒരുപാട് ജോലി പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുത്ത് മാനസികാരോഗ്യത്തിന് ഒരു ഇടവേള എടുത്ത് മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സമ്മർദ്ദങ്ങളും കൂടി ഇപ്പോൾ താങ്ങാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഭാഗ്യചക്രം തിരിയുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യത്തിലേക്കുള്ള തുടക്കമാകാം. ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ള ജോലി ചിലപ്പോൾ റിസൈൻ ചെയ്ത് പുതിയൊരു ജോലിയിലേക്ക് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലരെങ്കിലും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ചിലർ പുതിയ അത്തരം കൃഷി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പച്ചക്കറിത്തോട്ടം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ ഈ ഒരു പൈൽ സെലക്ട് നിങ്ങൾക്ക് പലർക്കും പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് കൂടുതലായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാഗ്യത്തിലേക്കുള്ളൊരു മാറ്റം തന്നെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ജോലി സംബന്ധമായിട്ട് മാത്രമല്ല, പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹബന്ധത്തിലും ജോലിയിലും സന്തോഷകരമായിട്ടുള്ളൊരു വാഗ്ദാനം, പ്രപ്പോസൽ, മെസ്സേജ് കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ദീർഘനാളുകളായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. സ്വന്തം അധ്വാനം കൊണ്ട് ലഭിക്കുന്ന ആഡംബരം, സമാധാനമൊക്കെ നിങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു എനർജിയാണ് നമുക്ക് വരുന്ന ആളുകളിൽ കാണുന്നത്. ഒരു 6-7 മാസത്തിനകം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന കേട്ടോ. സ്ഥല ഇടപാടുകൾ കാര്യങ്ങളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നടക്കാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാനസികമായിട്ടുള്ള തടസ്സങ്ങളും ജാഗ്രതയുമാണ് നമുക്ക് ആത്മീയ ഗുരു തരുന്ന സന്ദേശം. നിങ്ങൾ തന്നെ സൃഷ്ടിച്ച ചില മാനസിക ചിന്തകൾ നിങ്ങളെ തളച്ചിടുന്നുണ്ട്. എനിക്ക് സാധിക്കില്ലെന്ന തോന്നൽ മാറ്റിവെക്കുക. ഇപ്പോൾ കൂടെയുള്ളവരിലോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ചെറിയ രീതിയിലുള്ള ചതികളോ രഹസ്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫസ്റ്റ് പൈലിലും നമുക്ക് അത്തരമൊരു സൂചന ഉണ്ടായിരുന്നു. അതിനാൽ കണ്ണും കാതും തുറന്നു വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മീയ ഗുരു നിങ്ങൾക്ക് തരുന്ന സന്ദേശം. ഓക്കെ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ ചിലർ ഹനുമാൻ സ്വാമിയെ ആരാധിക്കണം എന്നില്ല, പക്ഷേ മനസ്സിൽ പലപ്പോഴും ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ എവിടേക്ക് ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങനെ കണക്ട് ചെയ്ത് തരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള പരിഹാരം, പുതിയ തുടക്കം, ഈ റീഡിങ്ങിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ തടസ്സങ്ങളെല്ലാം നീക്കി പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ ബുദ്ധിയും പ്രായോഗികമായിട്ടുള്ള കഴിവുകളും നിങ്ങളുടെ പക്കലുണ്ട്. പക്ഷേ നിങ്ങൾ എവിടെയോ ഒരു കംഫർട്ട് സോണിൽ കുടുങ്ങി എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആരോ വിശ്വസിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്കൊന്നും പറ്റില്ല, സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കും, എനിക്കങ്ങനെ പ്രത്യേകിച്ചിട്ട് ചെയ്യാനൊന്നുമില്ല, പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ ജീവിക്കുക എന്നുള്ളതായിരിക്കാം ആ ഒരു നിയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്ത കഴിവുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദേശിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ടോ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. സോ പലതരത്തിലുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിരിക്കും. അത്തരം ഗ്രൂപ്പുകളിൽ ചേരുന്നതായിരിക്കാം. സോ അങ്ങനെ പലതരത്തിലുള്ള നിയോഗങ്ങളും കാണുന്നു. കാരണം നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ഉയർന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള എനർജിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷേ പ്രവർത്തിക്കേണ്ട നിങ്ങളാണെന്നാണ് വീണ്ടും തരുന്ന സൂചന കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ.
പക്ഷേ എനിക്കൊന്നും സാധിക്കില്ല, എനിക്കൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ളൊരു സമയമാണ്. അപ്പം എല്ലാം പെട്ടെന്ന് അയ്യോ ഇതിപ്പോൾ തന്നെ ചെയ്തു തീർക്കണം അങ്ങനെയല്ല. നിങ്ങൾ പറ്റുന്ന പോലെ പതിയെ പതിയെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിച്ച് ഇപ്പോൾ ഉള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് വഴി സാധിക്കുമെന്നാണ് തേർഡ് പൈൽ നിങ്ങൾക്ക് തരുന്ന സൂചന. ഓക്കെ, ദെൻ ഈ ഒരു പൈൽ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ഗുരു ആരാണെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ശ്രീരാമസ്വാമി ഒക്കെ ആയിട്ടായിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാവുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റിസണേറ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ദെൻ നിങ്ങളുടെ തടസ്സം എന്താണെന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം തിരിച്ചറിയുക. എവിടേക്കോ ഞാൻ തടസ്സപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എന്നൊരു ഒരു ബ്ലോക്കിൽ കുടുങ്ങിയതുപോലെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുടുങ്ങിയിട്ടില്ല, മാനസികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് കുടുങ്ങിപ്പോയതാണ്. ഇനി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ അവനവൻ്റെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. തുടർച്ചയായിട്ട് ധ്യാനം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉള്ളിൻ്റെ ഉള്ളിലെ കഴിവിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.